മഴ തോരും മുന്നേ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശിവശങ്കറും രാജീവും. അലീന വൈജയുടെ മകളാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അലീനയുടെ അടുത്ത് ഒരുപാട് സ്നേഹമായിരിക്കും. അങ്ങനെ ഒരു ദിവസം വൈജയെ കാണാനായിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രന് ശിവശങ്കറായിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. എന്നിട്ട് അലീനെ കണ്ട് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ മോളെ, നീ തനിച്ചാണോ വന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വണ്ടി അയച്ചായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല സാറേ, ഞാനൊന്ന് അമ്മയെ കാണാൻ, സോറി മാഡത്തെ കാണാൻ വേണ്ടി വന്നതാ. നീ എന്തിനാണ് മോളെ സോറി പറയുന്നത്? നീ അമ്മയെന്ന് വിളിച്ചത് സ്വന്തം പെറ്റമ്മയല്ലേ? ബബിതയും രോഹിത്തിനെയും കൃഷ്ണമോളെ പോലെ നിനക്കുണ്ട് അവകാശം വൈജ അമ്മയെന്ന് വിളിക്കാനായിട്ട്. വൈജ പ്രസവിച്ചത് 3 മക്കളെയല്ല 4 മക്കളെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ശിവശങ്കറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണെല്ലാം നിറയുന്നുണ്ട്. അങ്ങനെ അലീന ശിവശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, മാഡത്തൊന്ന് കാണാൻ പറ്റും സാറേ? കാണാനൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം, മോൾ ഇനി എന്നെ സാറേന്ന് വിളിക്കണ്ട, ആംഗിളെന്ന് വിളിച്ചാ മതി. ഞാൻ നിന്റെ അമ്മയുടെ സഹോദരനല്ലേ. ഹോ, അത്രയ്ക്കൊക്കെ വേണം ശിവേട്ടാ. ഇതുവരെയും ഇവളെ നിങ്ങൾ പിഴച്ചവളെന്നൊക്കെയാണല്ലോ വിളിച്ചത്. ഇപ്പൊ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ, ഇവള് നിങ്ങളുടെ പെങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞപ്പോഴുള്ള സ്നേഹപ്രകടനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഒരു പുച്ഛഭാവത്തോടു കൂടി നോക്കാണ്. അന്നേരം ശിവശങ്കർ ഒന്നും പറയാതെ തലയും താത്തി നിൽക്കും. അങ്ങനെ അലീന പറയും, അച്ഛാ ഞാനൊന്ന് മാഡത്തെ കണ്ടോട്ടെ. മോള് കണ്ടോ എന്നെല്ലാം പറയുമ്പോൾ അലീന വൈജയെ കയറി കാണുന്നുണ്ട്. അന്നേരം അലീനെ കാണുമ്പോ തന്നെ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. വൈജ ദേഷ്യത്തോടു കൂടി അലീനെ ഒന്ന് തുറച്ചു നോക്കും. അപ്പോൾ അലീന ആവട്ടെ വൈജയുടെ കൈയെല്ലാം പിടിച്ചോണ്ട് പറയുന്നുണ്ട്, മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് മാഡം പഴയതുപോലെയാകും. മാഡത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അലീന അങ്ങനെയൊക്കെ പറയുമ്പോൾ വൈജിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അലീനയുടെ കൈ അങ്ങോട്ട് വൈജ തട്ടി മാറ്റാണ്. ആക്സിഡന്റിൽ വൈജിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് വൈജയുടെ ദേഷ്യം വൈജയുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തിനാണ് മാഡം മാഡം എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ മാഡത്തോട് ചെയ്തത്? ഒരു കാലത്ത് മാഡം എന്നെ തിരിച്ചറിയും. അന്ന് മാഡം എന്നോട് ഈ കാണിച്ചതിനൊക്കെ മാഡം ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞോണ്ട് നിറ കണ്ണുകളോട് കൂടി അലീന പുറത്തേക്ക് പോകാണ്. അലീനയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, എന്ത് പറ്റി മോളെ? നീ എന്തിനാണ് കരയുന്നത്? വൈജയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രതികരണം ഉണ്ടായോ? ഏയ് ഇല്ല അച്ഛാ, അമ്മയ്ക്ക് ഞാൻ വന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. എന്നെ കാണുമ്പോഴേക്കും മാഡത്തിന്റെ മുഖത്ത് ദേഷ്യവും വെറുപ്പും മാത്രാണ്. ഹാ, അത് നീ കാര്യാക്കണ്ട മോളെ, നിനക്കറിയില്ലേ വൈജയുടെ സ്വഭാവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ അലീനെ സമാധാനിപ്പിക്കാണ്. അങ്ങനെ പിന്നീട് ശിവശങ്കർ ചോദിക്കുന്നുണ്ട്, മോളെ നീ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ഹോ, ഒന്നും കഴിക്കാതെയാണോ വന്നത്? മോള് വന്നേ, നമുക്ക് ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായ കുടിക്കാം. ഏയ് വേണ്ട സാറേ, ഞാൻ വീട്ടിൽ പോയിട്ട് കുടിച്ചോളാം. അപ്പൊ ബാലേന്ദ്രൻ പറയും, മോള് ശിവേന്റെ കൂടെ ചെല്ല് എന്നെല്ലാം പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിർബന്ധം പിടിക്കുമ്പോൾ അലീന ശിവേന്റെ കൂടെ ക്യാൻറ്റീനിലേക്ക് പോവാണ്. അന്നേരം അവിടേക്ക് കമലയും രാജീവ് വരുന്നുണ്ട്. അലീനെ ശിവശങ്കറിന്റെ കൂടെ കാണുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരും. നിങ്ങൾ എങ്ങോട്ട് ശിവേട്ട? ബാലേന്ദ്രന്റെ ഈ പിഴച്ച സന്തതിയുമായിട്ട്? ദേ കമല, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ച് വേണ്ടതിനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ ചെവിക്കല്ല് പൊട്ടിക്കും. ഹോ, അതുവരെയായോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എടി, നിനക്ക് ബാലേന്ദ്രനെ പോരാഞ്ഞിട്ടാണോ എന്റെ ഭർത്താവിന്റെ പുറകെ നടക്കുന്നത്? അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ചീ, നിർത്തടി, ഇവിടം കൊണ്ട് നീ നിർത്തിക്കോ നിന്റെ ആണുങ്ങളെ വശീകരിക്കൽ. ആദ്യം നീ ബാലേന്ദ്രനെ വശീകരിച്ചു, പിന്നെ നീ എന്റെ മകൻ മനുവിനെയും വശീകരിച്ചു, ഇപ്പോൾ ഇതാ എന്റെ ശിവേണ്ണയും. ഇത് കേൾക്കുമ്പോ ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരും. ചീ, നിർത്തടി, നിന്റെ പിഴച്ച നാവ് കൊണ്ട് ഇനി നീ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഭർത്താവിന് കൈക്കല്ലില്ലെന്ന് കരുതി ഞാൻ അങ്ങനെയല്ല അടിച്ചു നിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. അപ്പൊ കമലയുടെ വായ അവിടെ അടയുന്നുണ്ട്. എന്നിട്ട് അലീനയും കൂട്ടി ബാലേന്ദ്രൻ അങ്ങ് പോകും. അന്നേരം കമല അങ്ങ് ശിവേണ്ണ നോക്കി പേടിപ്പിക്കും. നിങ്ങൾക്ക് നാണുണ്ടല്ലോ അയാളുടെ പിഴച്ച സന്തതിയെ തലയിൽ കയറ്റി വെക്കാൻ. നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്? ഇതുവരെയായിട്ടും അവളെ പുറത്താക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാവരും ചേർന്നുകൊണ്ട് അവളെ തലയിൽ കയറ്റി വെക്കുന്നു. എന്താ ശിവേട്ട ഇതൊക്കെ? അന്നേരം സഹി കെട്ട് ശിവശങ്കർ എല്ലാ സത്യങ്ങളും കമലയുടെ അടുത്ത് തുറന്നു പറയാണ്. എടി കമലെ, അലീന ബാലേന്ദ്രന്റെ മകളല്ല, അലീന വൈജയുടെ മകളാണ്. എന്താ എന്താ ശിവേട്ട നിങ്ങൾ പറഞ്ഞത്? അലീന വൈജയുടെ മകളാണെന്നോ? അതെ ഏട്ടത്തി, അലീന വൈജയുടെ മകളാണെന്ന് രാജീവ് അവിടെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ് കമല. അതെങ്ങനെ ശരിയാകും ശിവേട്ട? വൈജയ്ക്ക് 3 മക്കളല്ലേ, അലീന എങ്ങനെ വൈജയുടെ മകളാകും? നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അപ്പൊ ശിവശങ്കർ പറയും, 23 വർഷം മുമ്പ് വൈജ ആഗ്രയിലല്ലായിരുന്നോ? ഗംഗേന്റെ അവിടെ വെച്ച് ഗംഗേന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാൻലി അയാളുമായിട്ട് വൈജ പ്രണയത്തിലാവുകയും അയാളിൽ വൈജയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു പെൺകുഞ്ഞ്. ആ ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോൻ ഒരു ഓർഫനേജിലാക്കിയിട്ട് ആ ഒരു കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. അന്ന് അച്ഛൻ അങ്ങനെ ചെയ്തത് വൈജയുടെ ഭാവി ഓർത്തിട്ടായിരുന്നു. പിന്നീട് 23 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ തന്നെയാണ് അവളെ ഇവിടെ എത്തിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോ കമല അവിടെ ആകെ അന്താളിച്ച് നിൽക്കാണ്. കമല ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ശിവേട്ട ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അതേടി, അവൻ എല്ലാം അറിഞ്ഞു. അവൻ അലീനെ മുൻനിർത്തി അവനിപ്പോ പക വീട്ടുകയാണ്. എന്തായാലും വൈജു ഒന്ന് റിക്കവറായി അവള് പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ വൈജയുടെ അടുത്ത് കണക്ക് ചോദിക്കണമെന്ന് പറഞ്ഞോണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പൊ നിക്കുന്നത്. അതല്ല ശിവേട്ട, ഈ അലീനയുടെ അച്ഛൻ എങ്ങനെയാ? നല്ല ക്യാഷ് ഒക്കെ ഉള്ള ആളാണോ? അതേടി, അയാൾക്ക് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എന്തൊക്കെയോ ബിസിനസ് ഒക്കെ ചെയ്യുന്നതെന്നാണ് അറിയാൻ പറ്റിയത്.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ ബാലേന്ദ്രൻ അലീനയ്ക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചു വരികയാണ്. പിന്നീട് അലീനെ കാണുമ്പോൾ കമൽ അങ്ങോട്ട് ഒലിപ്പിക്കുന്നുണ്ട്. മോളെ നീ ചായ കുടിച്ചോ? മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൾ ഈ ആന്റിയോട് പറഞ്ഞാ മതി. ഇതൊക്കെ കാണുമ്പോൾ അലീനയും ബാലേന്ദ്രനും ഒന്ന് മുഖാമുഖം നോക്കി ആകെ ഞെട്ടലോട് കൂടി നിൽക്കാണ്. കമലേട്ടത്തി ഇത് എന്ത് പറ്റി? കുറച്ചു മുമ്പേ ഉറഞ്ഞു തുള്ളുകയല്ലായിരുന്നോ? ഇതിപ്പോ എന്ത് പറ്റി എന്നൊക്കെ ഒരു നിമിഷം ബാലേന്ദ്രൻ അവിടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കമല പറയും, ശിവേട്ടാ ഞാനൊന്ന് വൈദ്യയെ കണ്ടിട്ട് വരാം എന്നെല്ലാം പറഞ്ഞോണ്ട് കമൽ അങ്ങ് ഉള്ളിലേക്ക് കേറും. അപ്പൊ രാജീവ് പറയും, ബാലേന്ദ്ര നിങ്ങൾ ഞെട്ടണ്ട, കമലേട്ടത്തിയോട് ഞങ്ങൾ സത്യങ്ങൾ മൊത്തം തുറന്നു പറഞ്ഞു. അന്നേരം അലീന പറയുന്നുണ്ട്, അയ്യോ മാഡം അറിഞ്ഞാൽ വൈജ മാഡത്തോട് പറയില്ലേ? ഏയ് ഇല്ല മോളെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മോള് പേടിക്കണ്ട എന്നെല്ലാം ശിവശങ്കർ പറയും. അങ്ങനെ കമല വൈജയുടെ അടുത്തേക്ക് പോകുമ്പോ വൈജ നല്ല ഉറക്കായിരിക്കും. അന്നേരം കമല വൈജയെ നോക്കിട്ട് പറയും, നീ ആള് കൊള്ളാലോടി, പഠിക്കുന്ന കാലത്ത് നിനക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഒരു കൂസലും കൂടാതെ അഹങ്കാരത്തോടെയാണ് നടപ്പ്. ഇത്രയൊക്കെ കാട്ടി കൂട്ടിയിട്ട് എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചടി. നീ ഇപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ സ്വന്തം മകളെയാണടി. നീ ആട്ടി പയിപ്പിക്കാൻ നോക്കുന്നതും നിന്റെ സ്വന്തം മകളെയാണ് എന്നൊക്കെ കമല ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വൈജയെ നോക്കിട്ട് പറയാണ്. എന്നിട്ട് കമല വൈജയെ ഉണർത്താതെ വൈജയെ നോക്കി ഒരു പുച്ഛഭാവത്തോടെ പുറത്തേക്ക് വരും. അങ്ങനെ പിന്നീട് മനു അങ്ങോട്ട് വരുന്നുണ്ട്. മനു വന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കും, അങ്കിളെ ആന്റിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലട മനുവേ, കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഹാ അതൊക്കെ പോട്ടെ, അമ്മ എപ്പോഴാ വന്നത്? ഞാൻ കുറച്ച് സമയമായി വൈജി ഒന്ന് കാണാലോന്ന് വെച്ച് വന്നതാ. അന്നേരം മനു പോയിട്ട് വൈജിയെ കയറി കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അച്ഛാ ഞാൻ എന്നാ പോയിക്കോട്ടെ, കൃഷ്ണമോള് സ്കൂള് വിട്ട് വരാനായിട്ടുള്ള സമയമായി. ഹാ എന്നാ മോള് പോയിക്കോ, നോക്കി പോകണം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോ കമല പറയുന്നുണ്ട്, അയ്യോ അലീന മോളെ, മോള് തനിച്ചു പോകണ്ട, മനു മോളെ കൊണ്ടുവിടും. എടാ മനുവേ, നീ ഒന്ന് അലീനെ വീട്ടിൽ കൊണ്ടാക്കിക്കേ. ഇത് കേട്ട് മനു അവിടെ അന്തം വിട്ട് നിൽക്കാണ്. അങ്കിളെ, അങ്കിളൊന്ന് എന്നെ നുള്ളിക്കേ, എന്റെ അമ്മ തന്നെയാണ് ഈ പറയുന്നത്. എന്റെ അമ്മ ഇതുവരെയായിട്ടും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇത്ര കാലം ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എനിക്കാകെ ഒരേ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. അലീന മോളെ മനസ്സിലാക്കാൻ ഞാൻ വഴുകിപ്പോയി. നീ സമയം കളയാതെ അലീനെ വീട്ടിൽ കൊണ്ടാക്ക് എന്നൊക്കെ പറയുമ്പോ മനോടെ അലീനെ കൊണ്ട് പോവുകയാണ്. അന്നേരം കമലം മനസ്സിൽ പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ അത്യാവശ്യം പണക്കാരനാണെന്നല്ലേ ശിവേട്ടൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മനു തന്നെ അലീനെ കെട്ടണം, എന്നിട്ട് അവളുടെ സ്വത്തുക്കൾ മൊത്തം എനിക്ക് സ്വന്തമാക്കണം എന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ പറയാണ് കമല. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്നാലും അലീന എന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മ പെട്ടെന്ന് ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ അലീന പറയും, അതേ മനുവേട്ട, മനുവേണ്ട അമ്മ സത്യങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞു. ഞാൻ മനുവേന്റെ ആന്റിയുടെ മകളാണെന്നുള്ള. ഹേ അതെങ്ങനെ അമ്മ അറിഞ്ഞു? അത് മനുവേണ്ട അച്ഛൻ പറഞ്ഞതാ. ഹോ ഈ അച്ഛന്റെ ഒരു കാര്യം ഇനി അമ്മ അത് ആന്റിയുടെ ചെവിയിൽ എത്തിക്കും. നല്ല ആളുടെ അടുത്താണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, മനുവേണ്ട അമ്മ ഇത് ആരോടും പറയാതെ മനുവേണ്ട അച്ഛൻ നോക്കിക്കോളാം എന്ന് എന്നോട് പറഞ്ഞു. അലീന നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ്. അമ്മ മിക്കവാറും അത് ആന്റിയുടെ ചെവിയിൽ എത്തിക്കും. എന്തായാലും ഇനി വരുന്നോടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയാണ് മനു. അങ്ങനെ പിന്നീട് അലീനെ മനു വീട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൃഷ്ണമോൾ ഉണ്ടാകും. എങ്ങനെയുണ്ട് ചേച്ചി അമ്മയ്ക്ക്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, അധികം വൈകാതെ തന്നെ ഡിസ്ചാർജ് ആകും. മനുവേട്ട അകത്തേക്ക് വാ, ഞാൻ ചായ എടുക്കാം. ഏയ് വേണ്ട അലീന, എനിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞോണ്ട് മനു അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നീട് കമല കൊല്ലപ്പള്ളിയിൽ എത്താണ്. എത്തിയ ഉടൻ തന്നെ കമല നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും. ആ കമല, നീ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വൈജയുടെ വിവരം വല്ലതും അറിഞ്ഞോ? നീ വൈജയെ കണ്ടോ? അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോ കമല പറയും, വൈജയുടെ അടുത്ത് പോയി വൈജയെ കാണുകയും ചെയ്തു. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്കറിയാൻ പറ്റിയത് വേറെ കുറച്ച് രഹസ്യങ്ങളാണ്. അപ്പൊ മുത്തശ്ശി ചോദിക്കും, രഹസ്യോ? എന്ത് രഹസ്യമാണ് നീ അറിഞ്ഞത്? അന്നേരം കമല പറയുന്നുണ്ട്, 23 വർഷം മുമ്പ് വൈജയുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു വലിയ രഹസ്യം. ഇത് കേൾക്കുമ്പോ മുത്തശ്ശി അവിടെ നിന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മുത്തശ്ശി നിൽക്കുമ്പോ കമല പറയും, ഹോ ഇനി നിങ്ങൾ എന്റെ മുന്നിൽ അഭിനയിക്കേണ്ട, എല്ലാം എന്നോട് ശിവേട്ടൻ പറഞ്ഞു. 23 വർഷം മുമ്പ് വൈജ ആഗ്രയിലായ ടൈമിൽ ഗംഗേന്റെ കൂടെ ജോലി ചെയ്ത ഒരു ക്രിസ്ത്യൻ പയ്യനെ വൈജ പ്രണയിച്ചതും ആ ഒരു വ്യക്തിയിൽ വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത് ഉൾപ്പെടെ എല്ലാം എന്നോട് ശിവേട്ടൻ പറഞ്ഞു. അപ്പൊ മുത്തശ്ശിയോട് ആകെ ഞെട്ടി നിൽക്കാണ്. മുത്തശ്ശിയോടെ ഒന്നും പറയുന്നില്ല. അന്നേരം കമല ചോദിക്കും, എന്താ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? എന്തൊരു അഹങ്കാരത്തോടെയാണ് നിങ്ങളുടെ മകൾ തലയുയർത്തി നടക്കുന്നത്? അപ്പൊ മുത്തശ്ശി പറയും, അത് മോളെ, അത് അന്ന് അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ ഇനി ഇത് വേറെ ആരോടും പോയി പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ബാലേന്ദ്രനോട്. അപ്പോൾ കമല അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ബാലേന്ദ്രനൊക്കെ എന്തോ സത്യങ്ങൾ അറിഞ്ഞു. എന്നാടി നീ പറഞ്ഞേ, ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞെന്നോ? അതെ അമ്മേ, ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് വൈജയുടെ അടുത്ത് അയാൾക്ക് ഇത്രമാത്രം ദേഷ്യവും വെറുപ്പും. പിന്നെ നിങ്ങളൊന്നും അറിയാത്ത വേറൊരു രഹസ്യം കൂടി ഞാൻ പറയാം. അലീന ആരെന്നാണ് അമ്മയുടെ വിചാരം? അലീന ബാലേന്ദ്രന്റെ മകളല്ലടി. അവനത് സമ്മതിക്കുകയും ചെയ്തു. ഹോ എന്നാ നിങ്ങൾ കേട്ടോ, അതൊക്കെ അയാൾ പറഞ്ഞ കള്ളക്കഥയാണ്. അലീന അയാളുടെ മകളല്ല, വൈജയുടെ മകളാണ്. സ്റ്റാൻലിയിൽ വൈജിക്ക് ജനിച്ച കുഞ്ഞാണ് അലീന. ഇത് കേട്ട് മുത്തശ്ശി അവിടെ ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. എന്താടി, എന്താ നീ പറഞ്ഞത്? അലീന വൈജയുടെ മകളാണെന്നോ? അതെ അമ്മേ, അലീന വൈജയുടെ മകളാണ്.
23 വർഷം മുമ്പ് നിങ്ങളുടെ ഭർത്താവ് ആ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞത് പച്ച കള്ളായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് അലീനെ ഓർഫനേജിലാക്കിയത്. ഈശ്വര, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അപ്പോൾ അലീന എന്റെ പേരക്കുട്ടിയായിരുന്നു. വൈജ അപ്പൊ ഇത്രയും കാലം സ്വന്തം മകളോടാണ് യുദ്ധം ചെയ്തത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പൊട്ടിക്കരയുന്നുണ്ട്. ഒടുക്കം കമല പറയും, എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛഭാവത്തോടു കൂടി കമല അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുത്തശ്ശി ഫോണെടുത്ത് അലീനെ വിളിക്കുന്നുണ്ട്. മോളെ, ഇത് ഞാനാണ്, കൊല്ലപ്പള്ളിയിൽ നിന്ന് മുത്തശ്ശി. ആ മുത്തശ്ശി, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോ, അതൊന്നും പറയാത്തതാണ് കൊച്ചേ നല്ലത്. കമലയല്ലേ നോക്കുന്നത്, ഭക്ഷണം കിട്ടുന്നത് തന്നെ ഭാഗ്യം. അതൊക്കെ പോട്ടെ മോളെ, നീ എന്റെ വൈജയുടെ മകളാണോ? അപ്പോൾ അലീനയോട് ആകെ ഷോക്കാവാണ്. കുറച്ചു നേരം അവിടെ ഒന്ന് സൈലന്റ് ആകും. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഏയ് അല്ല മുത്തശ്ശി, ഞാനൊരു അനാഥയല്ലേ, ഞാൻ എങ്ങനെ മാഡത്തിന്റെ മകളാകും? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്നോട് കള്ളം പറയണ്ട, കമല എന്നോട് എല്ലാം പറഞ്ഞു. ഇത് കേട്ടതോടെ അലീനയുടെ പൊട്ടിക്കരയാണ്. ഇത്രയും ദിവസം നീ എന്റെ കൂടെ ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോടി മോളെ, നീ എന്റെ വൈജയുടെ മകളാണെന്ന്. നിന്റെ മുത്തശ്ശൻ നിവർത്തികേട് കൊണ്ടാണ് നിന്നെ അന്ന് ഓർഫനേജിലാക്കിയത്, വൈജയ്ക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലീന പറയും, അതൊന്നും സാരമില്ല മുത്തശ്ശി, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് വിട്ടു നിന്നിട്ടായാലും കണ്ടാ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അമ്മ ഈ സത്യങ്ങൾ അറിയണമെന്നോ അമ്മയുടെ ജീവിതം തകരണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശി. അപ്പൊ മുത്തശ്ശി പറയും, അതൊക്കെ പോട്ടെ മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നു. ഇവിടെ എല്ലാരും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് മോൾ ഒരു ദിവസം ഇങ്ങോട്ട് വാ. അപ്പോൾ അലീന വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. എന്തായാലും ഇതോടും കൂടി കമലയും മുത്തശ്ശിയെല്ലാം സത്യങ്ങൾ അറിഞ്ഞു. ഇനി നമ്മുടെ ബബിതയും രോഹിത്തെല്ലാം സത്യങ്ങൾ അറിയുന്നത് കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷമാണ്. എന്തായാലും നമ്മുടെ മഴ തോരും മുംബൈയിൽ ഇനി വരാനിരിക്കുന്നതെല്ലാം സംഭവബഹുലമായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.